വെള്ളം പൊളിസാനും തിരിഞ്ഞ് വെള്ളത്തിൽ വല്ലതും വീണാൽ തീർന്നു. ഇങ്ങനെ പാലം പോവാം കേട്ടോ അങ്ങോട്ട്. ബൈക്ക് അവിടെ നിർത്തിയിടുന്നുണ്ട്. ഇതൊക്കെ ആരെയൊക്കെ പറമ്പൊക്കെ ഞാൻ തോന്നുന്നു കേട്ടോ. അങ്ങോട്ടൊക്കെ പോയി അടി കിട്ടും. അപ്പോൾ നമുക്ക് ഈ വന്ന വഴിയൊന്ന് തിരിച്ചു പോവാം. ഹലോ മച്ചാന്മാരെ, മൂന്നാർ മച്ചാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് പേർക്ക് ഇതുപോലെ മോട്ടോ വ്ളോഗിങ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷേങ്കിൽ നമുക്കൊരു ഗോപ്രോ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഗോപ്രോ ഉപയോഗിച്ച് മാത്രം നമുക്ക് മോട്ടോ വ്ളോഗിങ് ചെയ്യാനുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷേങ്കിൽ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് വെറും 1000 രൂപയ്ക്ക് നമുക്ക് മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് ചെയ്യാമെന്നുള്ളൂ. അങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് ചെയ്യാമെന്നുള്ളൂ. ഇപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഫോണിൻ്റെ അകത്ത് വൈഡ് ആംഗിൾ ഇട്ട് നമ്മൾ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ മച്ചാന്മാർ, ഇതാണ് നമ്മുടെ മോട്ടോ വ്ളോഗിന് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ആക്ഷൻ പ്രോയുടെ ഈ ആക്ഷൻ പ്രോയുടെ സ്ട്രാപ്പാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കിത് ഹെൽമെറ്റ് സെറ്റ് ചെയ്യുകയും ചെയ്യാം, ആവശ്യമില്ലാത്ത നമുക്കിത് റിമൂവ് ചെയ്യുകയും ചെയ്യാം. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. നമുക്കിതുപോലെ ഫ്ലാറ്റ് മൗണ്ടൊക്കെ ഉപയോഗിച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പെർമനൻ്റ് സെറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ കുറച്ചുകൂടി സജസ്റ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ ആക്ഷൻ പ്രോയുടെ സാധനം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ സെറ്റ് ചെയ്യാം. അത് ആവശ്യമായി റിമൂവ് ചെയ്ത് വയ്ക്കാം. വേറെ സീനൊന്നുമില്ല. അത് ഭയങ്കര സിമ്പിൾ ലോക്ക് മെക്കാനിസമാണ്. അതുകൊണ്ട് ഇതിനകത്ത് കൂടെ ഇത് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്താൽ മതി. ഇതാണ് എൻ്റെ മെക്കാനിസം. ഇത് 499 രൂപയായി. ഇത് ഞാൻ ആമസോണിലാണ് മേടിച്ചത്. സാധനത്തിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ അഡാപ്റ്ററാണ്, ട്രൈപോഡ് അഡാപ്റ്ററാണ്. ഇത് സ്ലോവിക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സാധനമാണ്. ഇത് കിടിലം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ മൊബൈൽ ഹോൾഡറൊക്കെ വെച്ച് ടൈറ്റ് ചെയ്യുന്ന പോലെ മൊബൈൽ വെച്ച് ടൈറ്റ് ചെയ്യുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ടിരുന്നോളും. കാരണം നമ്മുടെ മൊബൈലാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. കിടിലായിട്ടുമാണ്, നല്ല സ്ട്രോങ്, നല്ല ക്വാളിറ്റിയാണ്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. പിന്നെ നമുക്ക് വേണ്ട മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ജെ മൗണ്ടും സ്ക്രൂവും. ഇത് നമുക്ക് ഒരു സെറ്റായിട്ട് കിട്ടും. 145 സംതിങ് അത്രയും കണ്ടുള്ളൂ. അപ്പോൾ ഇതും കൂടി മേടിക്കുവാണെങ്കിൽ ഈ ജെ മൗണ്ടും ഈ സ്ക്രൂവും കൂടി ഉണ്ടെങ്കിൽ ഇതും കൂടി വേണം. പിന്നെ നമുക്ക് വേണ്ട ഒരു മെയിനായിട്ട് സാധനം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ട്രൈപോഡ് സ്ക്രൂ. ഇത് മെയിനായിട്ടൊരു സംഭവമാണ്. ഇത് വെച്ചാണ് ഇതെല്ലാവരും കണക്ട് ചെയ്യുന്നത്. ഇത് മെയിൻ ഒരു സംഭവമാണ്. ഇതില്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ മച്ചാന്മാർ, നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതെങ്ങനെ ഹെൽമെറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അത് നമ്മൾ ഹെൽമെറ്റ് എടുക്കുക. ഹെൽമെറ്റ് നോക്കണ്ട, ചാത്തനാണ്, സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റാണ്. ഞാൻ പിന്നെ സ്റ്റിക്കറൊക്കെ അടിച്ച് അങ്ങ് AG വയ്ക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വയ്ക്കുക. ഈ 2 വള്ളി ഉണ്ടല്ലോ, ഇത് ഒരെണ്ണം ഇതിൻ്റെ പുറകെ കൂടെ കയറ്റിയിട്ട് ഇവിടെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുക. അപ്പോൾ മച്ചാന്മാർ, നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് നല്ല സ്ട്രോങ് ആണോ നോക്കണം, ഷെയ്ക്കൊക്കെ ഉണ്ടോ നോക്കണം. അത് മാക്സിമം നമ്മൾ ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും. ഇനി 2 വള്ളി ഇങ്ങനെ താഴോട്ട് കാണും, അതിൻ്റെ പുറകിൽ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് ആക്ഷൻ പ്രോയുടെ സ്ട്രാപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഈ ട്രൈപോഡ് മൗണ്ടാണ്. അപ്പോൾ ഈ ട്രൈപോഡ് മൗണ്ട് നമുക്ക് മൊത്തത്തിൽ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഇച്ചിരി ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി വൃത്തികേടായിട്ടുള്ളതുകൊണ്ട് നമുക്കിത് വേണ്ട. ഈ പോർഷൻ നമുക്ക് വേണ്ട. ഈ മെയിനായിട്ടുള്ള ഈ ഇത്രയും ഭാഗം മാത്രം മതി. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ മാത്രം മതി. ഈ പോർഷൻ മാത്രം മതി. നമുക്കപ്പോൾ ഇത് വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ട്രൈപോഡ് സ്ക്രൂ ആണ്. ട്രൈപോഡ് സ്ക്രൂ ഇതാണ്ട് ഇവിടെ സ്ക്രൂ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇതിങ്ങനെ വെച്ചിട്ട് സ്ക്രൂ ചെയ്യാം. അപ്പോൾ വെച്ചാൽ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ജെ മൗണ്ട് നമ്മുടെ ഈ സ്ട്രാപ്പായിട്ടൊന്ന് മൗണ്ട് ചെയ്യാം. വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങോട്ടിങ്ങനെ വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്താൽ മതി. ലോക്കായി. അതിനുശേഷം നമ്മുടെ ഈ യൂണിവേഴ്സൽ ട്രൈപോഡ് അഡാപ്റ്റർ ഇതിലോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുക. ഇതിലോട്ട് ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് ഒന്ന് സ്ക്രൂ ചെയ്താൽ മതി. അത് നമുക്ക് ആവശ്യമുള്ളത്ര നേരം നമുക്ക് ആവശ്യത്രയും ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് ഇതിലോട്ട് ഇനി മൊബൈൽ സെറ്റ് ചെയ്താൽ മതി. ഇത് ഞാൻ പണ്ട് ഉപയോഗിച്ചിട്ട് മൈക്രോസോഫ്റ്റ് ഫോണാണ്, ഡെഡായി കിടക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ഇതിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും. നമ്മുടെ ക്യാമറ ആംഗിളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിയിട്ട് അതുപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്താൽ മതി. ഇവിടെ ടൈറ്റ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ ഇവിടെ നമുക്കിങ്ങനെ ആംഗിൾ കറക്റ്റ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഏകദേശ ലുക്ക്. അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം.
മച്ചാമാരെ നമ്മുടെ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പിൻ്റെ എല്ലാം നമ്മൾ ഹെൽമെറ്റ് മൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബൈക്കിൽ ചെറിയൊരു റൈഡ് പോയി നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട്, നമുക്ക് ഇതിൻ്റെ ഷെയ്ക്ക് ഉണ്ടോ, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടോ, എങ്ങനെയാണ് ഇത് നമ്മുടെ ഗോപ്രോ സെറ്റപ്പ് എങ്ങനെയുണ്ടെന്നൊക്കെ പോയി നോക്കാം. ഓ ഗായ്സ്, പൊളി. രണ്ട് സൈഡിൽ നല്ല പച്ചപ്പ്, ഈ സൈഡിൽ കരിമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഓഫ് റോഡ് ട്രാക്കാണ്. അപ്പോൾ നിങ്ങൾ വിഷ്വൽസൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ മച്ചാമാർ, ഇതാണ് നമ്മുടെ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ്. ഇന്ന് എത്ര കോസ്റ്റ് ആയെന്ന് വെച്ചാൽ ടോട്ടൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1000 രൂപയുടെ താഴെ നിൽക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മോട്ടോ വ്ളോഗിങ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇതുപോലെ ചെയ്തിട്ട് മോട്ടോ വ്ളോഗിങ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. നമുക്ക് മൊബൈൽ വെച്ചാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഗോപ്രോയുടെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ട്രൈപോഡും ഈ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ എത്ര പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ മച്ചാമാരെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. വഴിമാറ് നീങ്ങോ മനുഷ്യൻ, ശകലം നീങ്ങിത്തരുമോ? പശുമ്പേൻ്റെ അടി മേടിക്കാതെ പോകില്ല. ഓ ഹായ്, ഹലോ. ഓ, ഇത് കൊള്ളാമല്ലോ സെറ്റപ്പ്. നമുക്കൊന്ന് നടന്ന് നോക്കാം. വള്ളി വല്ലതും ആവുമെന്തോ, വണ്ടി ഇച്ചിരി ഒതുക്കിയിട്ടേക്കാം. ഓ ഗൈസ്, ഇതുണ്ട് താഴെ ഒരു പാലം പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഈ അപ്പുറത്തെ തോട്ടമൊക്കെ, അവിടെ അടയ്ക്കാത്തോട്ടമൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാനുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നു. പാലം വെച്ചേക്കാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇറങ്ങി നോക്കാം. നമ്മുടെ ക്യാമറയുടെ സ്റ്റെബിലിറ്റി അയ്യടെ പോയി. ക്യാമറ നല്ല വാക്ക് പറഞ്ഞല്ലോ, അപ്പത്തേക്കൊന്ന് തെന്നിപ്പോയി. നമുക്ക് ഇതേ കൂടെ ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇപ്പം ഉരുളങ്കല്ല കേട്ടോ. വെള്ളം പൊളി സാധനം. തെന്നി വെള്ളത്തിൽ വല്ലതും വീണാൽ തീർന്നു. ഇങ്ങനെ പാലം പോവാ കേട്ടോ അങ്ങോട്ട്. ഇതുവഴി നടന്നു നോക്കാം. ചെറുതായിട്ട് ആടുന്നുണ്ട്, ഒരു വെള്ളത്തിൽ വീഴുന്നുണ്ട്. എന്താ പാലത്തിനൊരു ചരിവൊക്കെ. നല്ല സോട്ടോ, അതോ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ പോകുന്നു. ഗൈസ്, നമ്മളങ്ങനെ അതിസാഹസികമായി ഈ പാലം കടന്നു വന്നിരിക്കുകയാണ്. ബൈക്ക് അവിടെ നിർത്തിയിടുന്നുണ്ട്. ഇതൊക്കെ ആരെയൊക്കെ പറമ്പൊക്കെ ഞാൻ തോന്നുന്നു കേട്ടോ. അങ്ങോട്ടൊക്കെ പോയി അടി കിട്ടും. അപ്പോൾ നമുക്ക് ഈ വന്ന വഴിയൊന്ന് തിരിച്ചു പോവാം. പാലത്തിനൊരു ചരിവൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ അത് പൊട്ടിയിരിക്കും കേട്ടോ. അടുക്കത്തെയാണ് ബലം ഉള്ളത്. നോക്കി നല്ല രസമല്ലേ ഇതുവഴി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇതുവഴി ഇങ്ങനെ പോകാൻ നേരത്തെ ഈ പാലവും കുറേ ഉരുളം കല്ലും. ഓ, ഒരു രക്ഷയില്ല. അങ്ങോട്ട് പോവാം. എൻ്റെ അമ്മ വെള്ളത്തിലെങ്ങാനും പോയാൽ തീർന്നു. എന്താ സ്കിഡ് ഗെയിമോ? ഇനി എത്രയും പോകാനുണ്ട്. നല്ല വെള്ളവും വരുന്നുണ്ട്. പാലം ആടുന്നുണ്ട് കേട്ടോ. സൈഡിൽ രണ്ടൊന്നും ബലമില്ല, നടുക്ക് മാത്രമേ ബലമുള്ളൂ. മറ്റേ സ്കിഡ് ഗെയിമിൽ ആ ചില്ലി ചവിട്ടുന്നതിൻ്റെ അവസ്ഥയായിരുന്നു ഇത്. നമ്മളടുത്തെത്തി, കുറച്ചും കൂടി ഉള്ളു. ഓ പൊളി.
ഓ ഗായ്സ്, ഒരു രക്ഷയില്ല സ്ഥലം കേട്ടോ, നോക്കി, അടിപൊളി വളപ്പൻ. അപ്പോൾ നമുക്ക് പോവാം.